ബോൾട്ട് കാര്യം നിൽക്കും. അതെ അതെ. 6 കാ 5 കാ വെച്ചായിരുന്നു. ഒരു 5-6 വെച്ച് അല്ലേ? എല്ലാത്തിലും ഇതിന് തണ്ടുവരപ്പണില്ല. നല്ല തിക്നെസ് ഉണ്ട്. നല്ല വെയിറ്റ് അല്ലേ നോക്കി. അതെ അതെ. മറ്റേന്ന് നമ്മൾ ഇങ്ങനെ ഞെക്കി ഞെങ്ങ് കൊണ്ടുപോയി. അതെ അതെ. ഇതുണ്ട് പഴയ തട്ടാണ് ഇത്. ഇത് പഴയ തട്ട. പഴയ തട്ട ഞാനൂല് പോലെ ആയി പോയി. തൊട്ടാ ഒടിഞ്ഞും പോയി. ഇത് നോക്ക്. ഇതിന്റെ പവർ അതാ പറഞ്ഞത്. നല്ല പവർ. പവർഫുൾ ആയില്ല ഈ തട്ട എല്ലാം കണ്ടത്. അതെ. അതാ എന്റെ വ്യത്യാസം. ഇവിടെ തൊട്ടാണ് നമ്മുടെ മറ്റേ പാക്കറ്റ് മറ്റേ ചേർത്തപ്പളം തട്ടിയിരിക്കുന്നത്. വെതറിയതല്ലേ? TNC പ്രീമിയത്തിന്റെ കൂടെ ഇത് കാണുമ്പോൾ സാറിന് മനസ്സിലാവും. നമ്മുടെ ഭൂമിശുദ്ധ പ്രീമിയം വെതറി അല്ലേ? ഒന്നും പറയേണ്ട കാര്യമില്ല. ഈ ചെടി ഇങ്ങനെ സാറിന് കാണുമ്പോൾ തന്നെ അതെ അതിന്റെ ഏറെക്കുറെ ഇതാണോ ഈ കായൊക്കെ നോക്കുമ്പോൾ അറിയാം. അതാ ഞാൻ സാറിന് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ സെറ്റപ്പ് ആയിട്ട് വളർന്നുണ്ട്. കാവെടുത്ത് ഒരുമാതിരി ആയി. അപ്പം ഈ മാസം അവസാനം എടുക്കും. തെളിക്കാനാണല്ലേ കിട്ടുന്ന ആവശ്യമുള്ളൂ. തെളിച്ചിട്ട് ഉടനെ തന്നെ എടുക്കാം. അതുകൊണ്ടോ ഇതൊക്കെ മുതുക്കൻ ചെടിയാണ്. അതെ. എത്ര വർഷമായി ഇത് ഈ ചെടിയൊക്കെ വെച്ചിട്ട്? ചെടിയൊക്കെ ഒരു 15-20 വർഷത്തിനടുത്താണ് ചെടിയോ. ഓ ഇതൊക്കെ അല്ലേ? ഇത്രയും ബോൾട്ട് ഉണ്ടല്ലേ? പിന്നെ അതെ തുരുത്തൊക്കെ നേടിയ അത് തെങ്ങിന്റെ ചോട്ടിലും ഇവരും തുരുത്ത ഇതിന് ചുറ്റും റൗണ്ടിൽ പറത്തിട്ട് ബാക്കി പീസിന് മണ്ണിട്ട് കൊടുക്കുക. ഇവന് മുതുക്കനാ. ഇവന് എത്ര വർഷം പഴക്കം? 20 വർഷത്തിന് പഴക്കമുണ്ട്. ഓ അത്ര പഴക്കമുണ്ടോ? അടിപൊളി. നല്ല ബോൾട്ട് ആണല്ലോ നോക്ക്. ഞാൻ പറഞ്ഞേ സാറിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യമില്ല. ഇവിടെ ഈ മേഖല മൊത്തം ഇതേപോലെ തന്നെയാ സാറേ. അതെ. അപ്പൊ നമ്മുടെ വളം അടിപൊളിയുണ്ട്. സൂപ്പർ വളമല്ലേ ഇതെല്ലാം. അതിന്റെ കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് അകലം തോന്നിയപ്പോൾ വെച്ചതേ ഉള്ളൂ. 8 മാസത്തിന്റെ ചെടി അല്ലേ? 8 മാസക്കാരൻ ചെടിയാണ്. ഇത് എത്ര വർഷമായതാ? ഇതെല്ലാം 30 വർഷം പഴക്കം അല്ലേ? ചപ്പിട്ട് ശരിക്കാനങ്ങ് മണ്ണിട്ട് സാറേ. മണ്ണിട്ട് ഞാൻ വേറെ ആരെയും വിളിക്കുന്നു. ആ ഒറ്റയ്ക്കുള്ള പരിപാടി തീർന്നാലും തീർന്നില്ലേലും ആ ഒറ്റയ്ക്കുള്ള പണിയും ഒറ്റയ്ക്കുള്ള ഈ കണ്ട സാറേ. ഇത് ഇടയ്ക്ക് ഒരു പീസ് കയറ്റി വെച്ചതാ. ഒരു പീസ് ഇടയ്ക്ക് അങ്ങ് വെച്ചു കൊടുക്കും. ഈ ഒരു പീസ് ഇടയ്ക്ക് കൊണ്ടുവച്ച് ഇവന് അകന്നു പോയാൽ ആ വെച്ച പീസിന് വല്ല നല്ല സൂപ്പർ വള്ളിയല്ലേ നീ. മനസ്സിലായില്ലേ? അപ്പൊ അടിച്ച വള്ളി നല്ല അടിപൊളി വള്ളിയല്ലേ? അതെ അതെ. അപ്പൊ ഇവൻ കയറി കഴിഞ്ഞപ്പോ മറ്റവർക്ക് ഒരു മത്സരം തോന്നി. ഇവരെ രണ്ടുപേരും കൂടെ കോമ്പറ്റീഷൻ ആയി. അതെ അതെ. ഇതെല്ലാം നമ്മുടെ പഴയ ഉരുണ്ട സൈസ് ഞള്ളാണേ സാറേ. തട്ടയെല്ലാം അങ്ങ് പോയതായിരുന്നു. എല്ലാം കൊത്തിപ്പറിച്ച് കളഞ്ഞു വെച്ചാൽ ഒരു പീസ് അങ്ങോട്ട് ഇടയ്ക്ക് വെച്ച് കൊടുത്തു. ബാക്കിക്ക് മണ്ണിട്ടങ്ങ് കൊടുത്തു. അതെ. ഈ ചെടിയെല്ലാം ഇതെല്ലാം മുതുക്കന്മാരാ അല്ലേ? പക്ഷെ കാ കണ്ട മുതുക്കനെന്ന് പറയില്ലേ? അതെ സെറ്റപ്പല്ലേ? അതെ സെറ്റപ്പാണ്. ഇതെല്ലാം മറ്റേ ചെറിയ ചെടികളാണ്. 8 മാസം. ഇത് പറിച്ച് കളഞ്ഞാ സാറേ. 8 മാസത്തിന്റെയാ? ഇത് ഒരു തട്ട പറിച്ച് ചുമ്മാ വെക്കാൻ പറ്റിയ ചുമ്മാ തെങ്ങിൻചോട്ടി ഇട്ടു പോയതാ. ഞാൻ നോക്കിപ്പോ വള്ളി അടിച്ചു അത് തെളിച്ച് നിർത്തിയതാ. ആൾക്കാർ കണ്ടാൽ വീതിക്കല കുഴിച്ചു വെച്ചിട്ടേ ഇല്ല സാർ നോക്കിയേ. മൊത്തം മണ്ണിന് മേലെ ഉള്ളേ. അത് കുഴിച്ചു വെച്ചില്ലേ. ഞാൻ ചുമ്മാ ചപ്പ് വെറുതെ കിടക്കുവായിരുന്നു. അവിടെ ചാരി കണ്ടറിയാം മണ്ണിന് മേലെയാണ് മൊത്തം ചെടി. അത് മണ്ണിന് മേലെ നിൽക്കുക. ഇവിടെ വിറവ് കൂട്ടിയേക്കുവാ. ഞാൻ ചുമ്മാ ചാരി വെച്ചിട്ട് പോയതാ. അത് പിന്നെ 1 മാസം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോ ചെടി ചോട് പിടിച്ചു. തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുന്നത് ആളുകൾക്ക് പറഞ്ഞ വിശ്വസിക്കില്ല. തെങ്ങിൻ ചോട്ടിൽ നിൽക്കുന്ന സാധനമാണല്ലേ? ആ 1 മാസം കഴിഞ്ഞ് വന്നപ്പോ അത് ചോട് പിടിച്ചു. ഇതൊക്കെ തെങ്ങിൻ ചോട്ടിൽ നിൽക്കുന്ന സാധനം. ഇതെല്ലാം തെങ്ങിൻ ചോടാ. ഞാൻ ഒറ്റ ഓല പോലും വീഴാൻ സമ്മതിക്കാനാ തരുമ്പോ പണിക്കാരെ വിളിച്ചാൽ എല്ലാം കെട്ടി ഇറക്കി കളയും. അടിപൊളി. സാധനം ഗംഭീരണ്ടല്ലേ? ഇത് എത്ര മാസം ചെയ്താ? ഒരൊറ്റ പ്രായക്കാരാ. ഇത് പുതിയ ചീപ്പിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല തിക്നെസ് ഉണ്ട്. നല്ല വെയിറ്റ് അല്ലേ? അതെ അതെ. മറ്റേന്ന് നമ്മൾ ഇങ്ങനെ ഞെക്കി ഞെങ്ങ് കൊണ്ടുപോയി. അതെ അതെ. ഇതുണ്ട് പഴയ തട്ടാണ് ഇത്. ഇത് പഴയ തട്ട. പഴയ തട്ട ഞാനൂല് പോലെ ആയി പോയി. തൊട്ടാ ഒടിഞ്ഞും പോയി. ഇത് നോക്ക്. ഇതിന്റെ പവർ അതാ പറഞ്ഞത്. നല്ല പവർ. പവർഫുൾ ആയില്ല ഈ തട്ട എല്ലാം കണ്ടത്. അതെ. അതാ എന്റെ വ്യത്യാസം. പുതിയ പഴയ ചെടിക്കകത്തൊക്കെ വരുന്നതും തട്ടയ്ക്ക് നല്ല ഇതാ. നല്ല പവറായിട്ടാണ്. നല്ല പവറായിട്ട്. അതെ ചെടി പോയെന്നോർത്ത് അങ്ങനത്തെ അറ്റത്തെ ചെടി അപ്പത്തെ ചെടി പോയി എന്നോർത്ത് ഞാൻ അടുത്ത് ഒരു പീസ് കുറച്ച് ഇങ്ങോട്ട് വെച്ചു. ഇത് പീസ് അങ്ങനെ വെച്ചതാ. ഇത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോ അതും നന്നായി. അതിനൊപ്പം തന്നെ ഇതിപ്പോ എത്ര മാസമായി? ഇതാ 8 മാസം ചെടിയാ. 8 മാസം ചെടിയാ. എല്ലാം ഒരേ സമയത്ത് വെച്ചതാ. ഓക്കെ. ഇത് വേണ്ട അതിന് അടക്കിരിക്കുന്ന ആ ചെടിയുണ്ടോ? അത് 8 മാസം. എല്ലാം 8 മാസക്കാരാ. ഓക്കെ. 8 മാസത്തിൽ ഇത്രയും കായുണ്ടല്ലേ? പിന്നെ നല്ല ഇത് വെക്കാന്ന് പറയാ. ഒരു തട്ട വെക്കുവല്ലേ ഞാൻ 2-3 എണ്ണം വെച്ച് കൂട്ടി അങ്ങോട്ട് വെക്കൂ. അങ്ങനെയാ.
കണ്ടോ പഴയ ചെടി നിൽക്കുന്നതല്ലേ? ആ ഇതൊക്കെ പഴയ ചെടിയാ. ഇതെല്ലാം പഴയ ചെടിയാ. കായുണ്ട്. അതിന്റെ കായുണ്ടല്ലോ. അത് കണ്ട 8-ാം മാസം ചെടി ഇടാൻ നിൽക്കുന്ന ഒരു 6 പേര്. ഓക്കെ, ഇതൊക്കെ 8-ാം മാസം ചെടിയല്ലേ? ആ ഇടയ്ക്ക് നിൽക്കുന്ന പീസ് എല്ലാം 8-ാം. ബാക്കി മറ്റേ പഴയ ചെടിയുടെ അകലം കണ്ട സാധനം അറിയാം. ആ അതെ അതെ, ഇതൊക്കെ 8-ാം മാസം, എല്ലാത്തിനും കായുണ്ട്. പിന്നെ ഈ ചെടി മൊസൈക്ക് വന്നേ ആ പോകാൻ തുടങ്ങിയതാ. ആ ഞാൻ ഒറ്റ വെട്ട് പറ്റി അങ്ങ് വെട്ടി. ആ ഇത് കണ്ടാ അറിയാം. ആ ഇതെന്റെ ഒറ്റ പറ്റ ഒരു വെട്ട് വെട്ടിച്ച് ആരും കുമ്മായ വെട്ട് അവിടെ നിർത്തിയിരുന്നു. ആ അത് കഴിഞ്ഞ് കിളുത്ത് വന്നു. നിങ്ങൾ ആ മരുന്നും കൂടെ കൊണ്ട് കലക്കി നിങ്ങൾ ഒഴിച്ചില്ലേ മറ്റേ സാധനം നമ്മൾ ഓക്സിജൻ അടിച്ചില്ലേ? ആ ആ അടിച്ചു സൂപ്പർ ചെടിയാക്കി. അടിപൊളി. ഇപ്പൊ നോക്കി കാ കാണുമ്പോ സാറിന് മനസ്സിലാവും. അതിന്റെ ബോൾട്ട് കാര്യം നോക്കി. അതെ അതെ, ഇപ്പൊ 6 കാ 5 കാ വെച്ചായില്ലേ? ഒരു 5-6 വെച്ച് അല്ലേ? എല്ലാത്തിനും ആ സെറ്റപ്പ് ചെടിയായിരുന്നു. മറ്റേ തീരെ പോയതായിരുന്നു. മൊത്തം വെട്ടണം വെട്ടിപ്പറിച്ച് കാണണമെന്ന് തിരുന്നതായിരുന്നു. അപ്പൊ അതിന് ചെയ്ത കൂട്ടത്തിൽ മറ്റേ ബാക്കിയുള്ള ചെടിയും ശരിയായി. ഇതും ആ ഇതല്ലാതെ ആ എല്ലാം നല്ല അടിപൊളി ചെടിയായി. ആ പണ്ട് ഇത്രയും കാവ് എടുത്തോണ്ടായിരുന്നോ? ഇപ്പം മാറ്റം ഒത്തിരി മാറ്റം. ആ ഇതെങ്ങനെയുണ്ട്? ഈ ചെടി ഞങ്ങൾ തീരെ പോകാറായിരുന്നു. ആ ഞാനപ്പം നിങ്ങൾ വന്ന ആ മരുന്ന് ഇച്ചിരി കൂടുതൽ വട്ടം ഇട്ടിട്ട് ആ എലി മറിച്ചിട്ടുന്ന കുറച്ച് മണ്ണും കൂടെ കുറച്ച് കൂടുതലിട്ട് കൂടുതലിട്ട് അടുപ്പിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ ആ ചെടിക്ക് നല്ല ശിമ്പ് വരാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ തന്നെ ആ മരുന്നൊക്കെ ഇട്ടപ്പോൾ കായുടെ വലിപ്പം കണ്ടു, നല്ല സൂപ്പർ ആയിരുന്നു. കായ്ക്ക് വലിപ്പം കൂടിയല്ലേ? വലിപ്പം കൂടി നല്ല വോൾട്ട് കായല്ലേ? ചൊറിയില്ല. ചൊറിയില്ല. നേരത്തെ ചൊറി ഉണ്ടായിരുന്നല്ലേ? നേരത്തെ ചൊറി ഉണ്ടായിരുന്നു. ഇപ്പൊ ചൊറിയില്ല, ഒറ്റ ചൊറി പോലും ഇപ്പൊ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നല്ല എഫക്റ്റീവാണ് വളം. പിന്നെ ഇത് പഴയതല്ലേ? ഇത് പഴയത്, അതിന്റെ ബാക്കി തട്ടയാ. ആ ബാക്കി തട്ടയാ. ചെയ്ത് കൊടുത്ത് ഇതും കൂടെ ചെയ്തപ്പം അതും സെറ്റപ്പായി. അത് സെറ്റപ്പായി. ഓക്കെ ഓക്കെ. കൂമ്പ് കരിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ കൂമ്പ് കരിച്ചിലൊന്നും ഇല്ല. കൂമ്പ് കരിച്ചിലില്ല. വള്ളിയുടെ നാമ്പ് നീളുന്നുണ്ട്. നാമ്പ് നീളുന്നുണ്ടോ? ഓക്കെ ഓക്കെ.